ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ കയറിക്കൂടി രാജ്യത്തിനെതിരെ കലാപം അഴിച്ചുവിട്ട ആരും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസ് ഇടത് രാജ്യദ്രോഹ കൂട്ടുകെട്ടിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബിജെപി കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റി ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ച ബഹുജന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തുണ്ടാക്കിയ പുരോഗതി പ്രതിപക്ഷത്തിന് സഹിക്കുന്നില്ല. സമ്പദ്ഘടന ശക്തിപ്പെടുത്തി രാജ്യം കുതിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി രാജ്യത്തെ വിമർശിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു പുരുഷായുസ് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം നേതാവായിരുന്നില്ല അദ്ദേഹമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മായി ബന്ധപ്പെട്ട സമയത്താണ്, അതായത് ആ പോരാളികളെ സഹായിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വെല്ലൂരിലേക്ക് നാട് കടത്തിയത്. ആ നിലക്കുള്ള രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യം അത് ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാജ്വല്യമാനമായിട്ടുള്ള ആ ഒരു വ്യക്തിത്വം അത് സമൂഹം മുഴുവനും അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത വ്യക്തിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. യഥാർത്ഥ മതവിശ്വാസം എന്ന് പറയുന്നത് മതസൗഹൃദമാണ്. മതവിദ്വേഷത്തിന് ഇടം നൽകാതെ അങ്ങനെയൊരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തു എന്നതാണ് അദ്ദേഹത്തിന്റെ സംഭാവനയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഉപരി സമൂഹത്തോട് പല കടമകളും നമുക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ നിലയിൽ തൻ്റെ പാർട്ടിയെയും തൻ്റെ പാർട്ടി അല്ലാത്തവരെയും സമൂഹത്തിൻ്റെ മൊത്തത്തിലും വളർത്തിക്കൊണ്ടുവരുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. പൂർവികരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവും പൂർവികരിൽ നിന്ന് കിട്ടിയ ആ രീതി കൊണ്ടാണ് ഒരു പക്ഷേ അദ്ദേഹം നേതൃത്വം കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി പക്ഷേ അതേ അവസരം അതിന് നേതൃത്വം കൊടുക്കുന്ന പാലക്കാട് കുടുംബം